വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിൽ രണ്ട് ഫേസ് ഉണ്ട് അല്ലേ. ഒന്ന് ലൈറ്റ് റിയാക്ഷനും രണ്ടാമത്തത് ഡാർക്ക് റിയാക്ഷനും. സിംപ്ലി ലൈറ്റ് റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? എനർജി പ്രൊഡക്ഷൻ ആണ്. ATP സിന്തസിസ് ആണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. അതുകൂടാണ്ട് ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷനും അതായത് ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിലും ഡാർക്ക് റിയാക്ഷനിലും ഈ സിംപ്ലി പറയുന്ന ഈ ഒരു പ്രോസസ്സ് കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പല പ്രോസസ്സുകളായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ആണ്, അതിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് റിയാക്ഷനിൽ എന്താ, ലൈറ്റ് അബ്സോർപ്ഷൻ ആണ് ആദ്യം നടക്കുക. അതിനുശേഷം വാട്ടർ, നമ്മുടെ ഇലയിലുള്ള വാട്ടർ സ്പ്ലിറ്റ് ആകുന്നു, ഓക്സിജൻ റിലീസ് ആകുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത്. ഫോസ്ഫോറൈലേഷൻ എന്ന് വെച്ചാൽ എന്താ, ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുക, അവിടെ എനർജി ഉണ്ടാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു ഫോട്ടോ സിസ്റ്റം ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു ക്ലാസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2 എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സിസ്റ്റം വെച്ചിട്ട് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനും നടക്കുന്നുണ്ട്, സൈക്ലിക് ആയിട്ടുള്ള ഫോട്ടോ ഫോസ്ഫോറൈലേഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ആണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ്റെ ഒരു ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് വെച്ചാൽ, ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ, ഫോട്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ലൈറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ ഫോസ്ഫോറൈലേഷൻ, ലൈറ്റിൻ്റെ പ്രസൻസിൽ ATP ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോൺ സൈക്ലിക് ആണ്, അതായത് സൈക്ലിക് അല്ലാത്ത ഒരു പ്രോസസ്സും ഉണ്ട്, സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സും ഉണ്ട്. അപ്പം നമുക്ക് നോൺ സൈക്ലിക് ആയിട്ടുള്ള ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത്, ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, അത് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിനെ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ Z സ്കീം എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം Z സ്കീം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇത് എവിടെയാണ് ഉണ്ടാകുന്നത്? ഗ്രാനയിലാണ്. നമുക്കറിയാം ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻ സ്ട്രോമയിലുമാണ് നടക്കുന്നത്. സോ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ഗ്രാനയുടെ ലമെല്ല പോർഷനിലാണ് നടക്കുന്നത്. ഓക്കെ, ഗ്രാനയുടെ ലമെല്ല പോർഷനിലാണ് നടക്കുന്നത്. അതിന് PS1ഉം ആവശ്യമാണ്, PS2 ആവശ്യമാണ്. അതായത് ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ആവശ്യമാണ്. നമ്മൾ സൈക്ലിക്കിൽ ഏതും ഒന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നോൺ സൈക്ലിക്കിൽ ഈ രണ്ടെണ്ണം ആവശ്യമാണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സിൽ ഇലക്ട്രോണിന് നഷ്ടപ്പെടുകയാണ്. PS1 എന്ന് സിംപ്ലി പറഞ്ഞാൽ PS1 എന്ന് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ട് അത് PS2ൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, PS2ന് എങ്ങനെയാണ് ഇലക്ട്രോൺ കിട്ടുന്നത്? ഈ ഒരു PS2ൽ ഇലക്ട്രോൺ കിട്ടുന്നത് അവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അതിന് കുറേ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറയാം. അതിന് മുന്നേ ആദ്യം നമ്മൾ PS2 എന്നാണ് തുടങ്ങുന്നത്. അത് ഒരിക്കലും മാറിപ്പോകരുത്. നമ്മൾ PS1 PS2 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഫസ്റ്റ് PS1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല, നോൺ സൈക്ലിക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ഫോട്ടോ സിസ്റ്റം 2 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം ഇലക്ട്രോണിനെ കിട്ടണം. അപ്പോൾ അവിടെ ഇലക്ട്രോണിന് കിട്ടുന്നത് എവിടെ നിന്നാണെന്നാ പറഞ്ഞത്? ഇവിടെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? H2O, വാട്ടർ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഫോട്ടോ സിസ്റ്റം 1ൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്, അതാണ് LHC എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി ആ ഒരു പ്രോസസ്സിലോട്ട് പോവാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ പിഗ്മെന്റ്സ് ഉണ്ടാവും അല്ലേ. നമ്മുടെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് ക്ലോറോഫിൽ A ആയിരിക്കും, പിന്നെ ക്ലോറോഫിൽ B അതിന് ചുറ്റും ഉണ്ടാകും. അതായിരിക്കും ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പം നമ്മൾ സൺലൈറ്റ് ഇവിടെ ഉണ്ട്, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൺലൈറ്റിൽ നിന്ന് ലൈറ്റ് ആര് അബ്സോർബ് ചെയ്യും? നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2ലുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ്സ്, ക്ലോറോഫിൽ Bയുടെ സഹായത്തോടെ, ആക്സസറി പിഗ്മെന്റ്സിൻ്റെ സഹായത്തോടെ ക്ലോറോഫിൽ A അത് അബ്സോർബ് ചെയ്തെടുത്തു. ഏത് വേവ് ലെങ്ത്തിൽ മാത്രമേ അത് അബ്സോർബ് ചെയ്യുള്ളൂ? 680 നാനോമീറ്ററിൽ മാത്രമേ ഫോട്ടോ സിസ്റ്റം 2 അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ P680ൽ
എന്താ അബ്സോർപ്ഷൻ നടത്തി. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇവിടെ ആദ്യം അബ്സോർബ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. ഫോട്ടോസിസ്റ്റം 2ലുള്ള ആ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ഈ ഒരു എനർജി ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത പാട് അവർക്ക് എക്സൈറ്റേഷൻ ഉണ്ടാകും. അവർക്ക് എനർജി കൂടുതലായിട്ട് ഒരു ഹയർ എനർജി ലെവലിലേക്ക് അവർ പോകും, അതായത് മുകളിലോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്തു, ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി. ഇലക്ട്രോൺസ് ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ജമ്പ് ഇൻ ടു എ ഹയർ എനർജി ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ചില ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് അവ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഈ ഇലക്ട്രോണിനെ ടേക്ക് ചെയ്യും. ഓക്കെ, അവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അടുത്ത ഫോട്ടോ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ആരാളുള്ളത്, സൈറ്റോക്രോം B6 കോംപ്ലക്സ് എന്നൊക്കെ പറയും. സൈറ്റോക്രോം അടങ്ങിയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ ഇത്ര നേരം ഇലക്ട്രോൺ മുകളിലോട്ടേക്കാണല്ലേ പോകുന്നത്. നമ്മൾ മുകളിലോട്ടേക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എനർജി ഒന്നും കൊടുക്കേണ്ട, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഒരു ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ എനർജി യൂസ് ചെയ്യണം. സോ ആ എനർജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ADP എനർജി എവിടെ ഉണ്ടാകണം, യൂസ് ചെയ്യലല്ല, എനർജി ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സമയത്ത് ADP + PI ഒരു ഫോസ്ഫേറ്റും കൂടി ചേർന്നിട്ട് ATP ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എനർജി അവിടെ റിലീസ് ചെയ്യാണ്, റിലീസ് ചെയ്യാണ്. അതാണ് ATP ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഇപ്പോൾ ആ ഒരു ഷേപ്പ് നോക്കി, ഇവിടുന്ന് മുകളിലോട്ടേക്കായിരുന്നു അപ്പ് ഹില്ലായിരുന്നു പ്രോസസ്സ്, ഇവിടെ താഴോട്ടേക്ക് ഡൗൺ ഹില്ലാണ് പ്രോസസ്സ്. ഓക്കെ, ഡൗൺ ഹിൽ പ്രോസസ്സ് വഴിയാണ് ഫോട്ടോസിസ്റ്റം 1ൽ നിന്ന് ഫോട്ടോസിസ്റ്റം 2ലേക്ക് ആ ഒരു ഇലക്ട്രോൺ എത്തുന്നത്. അപ്പോൾ അവിടെ ഒരു ATP ഉണ്ടാക്കി. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഫോട്ടോസിസ്റ്റം 1ൽ ഇപ്പോൾ എത്തി. ആ ഒരു ഫോട്ടോസിസ്റ്റം 1ന്റെ റിയാക്ഷൻ സെൻറ്ററിലായിട്ടുള്ള ക്ലോറോഫിൽ ഏത് ലൈറ്റാണ് അബ്സോർബ് ചെയ്യുക, P700 ആണ്. അതായത് 700 നാനോമീറ്ററിലുള്ള ലൈറ്റ് മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ലൈറ്റ് അബ്സോർബ് ചെയ്താൽ ഇവിടെയുള്ള ഇലക്ട്രോൺസും എക്സൈറ്റഡ് ആയിട്ട് വീണ്ടും മുകളിലോട്ടേക്ക് ഹയർ എനർജി ലെവലിലേക്ക് പോകും. അവിടെ ഹൈ റിഡോക്സ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ആ ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യും. ഇനി ഈ ഒരു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ്റെ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ NADP+ ആണ്. ഓക്കെ, ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ NADP+ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ പ്രസൻസിൽ ഈ ഒരു NADP+ NADPHഉം H+ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ATPയും ഉണ്ടായി, NADPHഉം ഉണ്ടായി. ഓക്കെ, ഫോട്ടോസിസ്റ്റം 2 ആണ് ഫസ്റ്റ്, ശേഷം മാത്രമേ ഫോട്ടോസിസ്റ്റം 1 കാണുന്നുള്ളൂ. ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുമ്പോൾ അവിടെ P680 ആണ്, ഇവിടെ P700 ആണ്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. നേരെ ATP യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു പോയത്, അങ്ങനെയല്ല, അത് മാറ്റണം. ATP ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഡൗൺ ഹിൽ പ്രോസസ്സ് അല്ലേ, ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഒക്കെ ഉണ്ടാകുന്ന കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. പക്ഷെ സിംപ്ലി പറഞ്ഞാൽ ഇവിടെ ATP ഉണ്ടാകുന്നു, പിന്നെ എന്താ ഒരു NADPHഉം ഉണ്ടാകുന്നു. ഇതാണ് നോൺ സൈക്ലിക് ആയിട്ടുള്ള ഫോട്ടോഫോസ്ഫോറൈലേഷൻ. സോ ഇനി എന്തുകൊണ്ടാണ് ഇതിനെ Z സ്കീം എന്ന് പറയുന്നത്? അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു സ്ലൈഡ് തന്നെ ഒന്ന് തലതിരിച്ചു വെച്ചാൽ ഇത് Z പോലെയാണ് ഉള്ളത് അല്ലേ. ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക്, വീണ്ടും ലോവർ സ്റ്റേറ്റിലേക്ക്, വീണ്ടും ഹയർ സ്റ്റേറ്റിലേക്ക്, ഒരു Z പോലെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ Z സ്കീം എന്നും പറയുന്നത്. സോ ഇത്രയാണ് ഒരു നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലെയുള്ള ആ ഒരു ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ അങ്ങനെയുള്ള ആ ചാപ്റ്ററും ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.